ബ്രസീലിലെ നിഗൂഢമായിട്ടുള്ള വനങ്ങളിലൂടെ സഞ്ചരിച്ച പോർച്ചുഗീസ് എക്സ്പ്ലോറേഴ്സ് മരങ്ങൾക്ക് മുകളിൽ ഇലകൾക്കിടയിലെ ഒരു മിനിയേച്ചർ സിംഹത്തിനെ കണ്ടു. സിംഹമല്ല, സ്വർണ്ണ നൂലുകൾ പോലെ തിളങ്ങുന്ന ഒരു ജീവി. ഒരു കുരങ്ങിന്റെ ശരീരവും സിംഹത്തിന്റെ സടയുമുള്ള ദ ഗോൾഡൻ ലയൺ ടാമറിൻ. 1766 ദ ഫേമസ് കാൾ ലിനസ് ആണ് ഇവനെ പറ്റി ലോകത്തിനെ അറിയിക്കുന്നതും ഈ പേരിടുന്നതൊക്കെ. എന്നാൽ അതിനു മുന്നേ യൂറോപ്യൻസിന്റെ വരവോട് കൂടിയിട്ട് അവരുടെ രാജകുടുംബങ്ങളിൽ ഈ കുരങ്ങുകളെ പെറ്റായിട്ട് വളർത്തി വന്നു. അതിനും പോന്ന ലുക്ക് ഉണ്ട് താനും. ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു 1 കിലോ മാത്രം താഴെ കനമുള്ള ഈ ടാമറിനുകൾ. ലൂയി 15ന്റെ കാമുകയായിരുന്ന മാഡം ഡി ഹാംബഡോറിന്റെ പക്കലും പെറ്റായിട്ട് ഈ ഗോൾഡൻ കുരങ്ങുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ആഡംബരത്തിന് വേണ്ടിയിട്ട് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന തിരക്കിൽ ഇവയുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു വന്നു. കൂടെ പിന്നീട് ബ്രസീലില് കൃഷിക്ക് വേണ്ടിയിട്ട് ഈ കാട് വെട്ടിത്തെളിച്ചതൊക്കെ ഈ ഗോൾഡൻ കുരങ്ങുകളുടെ വംശനാശത്തിലേക്ക് വഴിവെച്ചിരുന്നു. 1960കളിലെ ബയോളജിസ്റ്റ് അഡൽമർ കോയിംബ്ര ഫിലിയോ ഇവയെ തിരഞ്ഞിറങ്ങി. അയാൾ ആ സത്യം മനസ്സിലാക്കി കാട്ടില് 200ഓളം ഗോൾഡൻ ലയൺ ടാമറിനുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനെ തുടർന്ന് ഇവയെ വേൾഡിലെ 140ഓളം മൃഗശാലകളിൽ എത്തിച്ച് സക്സസ്ഫുൾ ആയിട്ട് ബ്രീഡിംഗ് നടത്തി ഇവയ്ക്ക് കാട്ടില് സർവൈവ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇന്ന് കാട്ടിലും സൂകളിലും ഒക്കെയായിട്ട് 5000ഓളം ഗോൾഡൻ ലയൺ ടാമറിനുകൾ ഉണ്ട്. ബ്രസീലിയൻ 20 ഹയൽ നോട്ടിൽ നമുക്ക് ഗോൾഡൻ ലയൺ ടാമറിനുകളെ കാണാൻ പറ്റുന്നതാണ്.